ISIS Islamic States of Iraq and Syria എന്ന പേരിൽ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടന അദ്ദൗല അൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് വസിറിയ, ദാഇഷ് എന്ന പേരിൽ അറബിയിലും അറിയപ്പെടുന്നു. ഈ സംഘടനയെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ തയ്യാറാകുമ്പോൾ ഇവരുടെ ചരിത്രം അടങ്ങുന്നത് ഇസ്ലാമിലെ പിഴച്ച കക്ഷികളായിക്കൊണ്ട് സമൂഹം പരിചയപ്പെടുത്തിയ, ഇസ്ലാമിക പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ ഖവാരിജുകളിലേക്കാണ് എന്ന് വളരെ കുറഞ്ഞ നിമിഷത്തെ എൻ്റെ ഈ വിഷയാവതരണത്തിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. 1999 ജമാഅത്തു തൗഹീദ് വൽ ജിഹാദ് എന്ന പേരിൽ ഇറാഖിലാണ് ഈ ISISന്റെ ഏറ്റവും ഒരു സംഘടനാപരമായി നോക്കുകയാണെങ്കിൽ അവരുടെ തറവാടി എന്ന് പറയുന്ന സംഘടനയുണ്ടാകുന്നത്. അതിനെ സ്ഥാപിക്കുന്നത് അബൂ മുസ്അബുൽ അസ്സർഖാവി എന്ന് പറയുന്ന വ്യക്തിയാണ്. അബൂ മുസ്അബുൽ സർഖാവി 1999 ഈ സംഘടന സ്ഥാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ സമയത്താണ് 2004 നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ആക്രമണങ്ങളും മറ്റും നടത്തിക്കൊണ്ട് കടന്നു വരുന്നത്. ഒരു ഭാഗത്ത് ഉസാമ ബിൻ ലാദനും മറുഭാഗത്ത് അമേരിക്കയിൽ നിൽക്കുമ്പോൾ തന്നെ അമേരിക്കക്കെതിരിൽ ഉസാമയോടും ഐമനുൽ സവാഹിരിയോടും കൂടെ പ്രവർത്തിക്കുകയും അവരുടെ കൂട്ടുകക്ഷിയായി പ്രവർത്തിക്കുകയും ചെയ്തയാളായിരുന്നു അബൂ മുസ്അബുൽ സർഖാവി എന്നുള്ളത് ഏതൊരു ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. പിന്നീട് അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റുമുട്ടലിൽ 2006 അയാൾ കൊല്ലപ്പെടുകയുണ്ടായി. അയാൾ 2006 കൊല്ലപ്പെട്ടതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്താണ് പിന്നീട് ഇറാഖിലേക്ക് അമേരിക്ക കടന്നു വരുന്നത്. ഇറാഖിലേക്ക് അമേരിക്ക കടന്നു വരുമ്പോൾ ഇറാഖി ജനതയുടെ സംരക്ഷിതർ എന്ന രൂപത്തിൽ തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാഖ് എന്ന് പറയുന്ന ഒരു സംഘടന പിന്നീട് കടന്നു വരുന്നത്. അതിന് നേതൃത്വം കൊടുത്തതും അതിൻ്റെ സ്ഥാപന നേതൃത്വം നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കറിൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾ കൂടിക്കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. അബൂബക്കറിൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾ നമുക്കറിയാം അബൂ മുസ്അബ് സർഖാവിയുടെ കൂട്ടുകാരും സമകാലികരും അവരുടെ കൂടെ പ്രവർത്തിച്ച ആളുകളുമായിരുന്നു. പിന്നീട് ഇവർ ആ ആളുകൾക്കിടയിൽ അഥവാ ഇറാഖികൾക്കിടയിൽ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അവർക്കൊരു അംഗീകാരം ലഭിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നീട് കാലം മുന്നോട്ട് പോയപ്പോൾ 2007 കാലഘട്ടത്തിൽ ഇറാഖിലെ പൊതുജനങ്ങൾക്കെതിരിൽ തന്നെ ഈ ISISന്റെ ആളുകൾ പിന്നീട് നിറയൊഴിക്കുകയും അവരെ കൊന്നെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന പേരിലേക്ക് കടന്നു വരുന്നത് 2011 കൂടെ ആരംഭിച്ച സിറിയയിലെ ചില ആഭ്യന്തര കലാപങ്ങൾ, ഷിയാക്കളും അവിടെയുണ്ടായിരുന്ന ഭരണകൂടവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, അവിടെ ഷിയാക്കളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജബ്ഹത്തുൻ നുസ്റ അഥവാ നുസ്റത്തിന്റെ സംഘം, സഹായ സംഘം എന്ന പേരിൽ പിന്നീട് കടന്നു വരികയാണ്. ഈ ജബ്ഹത്തുൻ നുസ്റ പിന്നീട് വളരുകയും ജബ്ഹത്തുൻ നുസ്റ വളർന്ന് പന്തലിച്ചപ്പോൾ ആ ജബ്ഹത്തുൻ നുസ്റയിലെ ഉള്ളിൽപ്പെട്ട ആളുകൾക്ക് തന്നെ പിന്നീട് ആദർശപരമായ രൂപത്തിലുള്ള വ്യതിയാനങ്ങളും അതുപോലെ തന്നെ തർക്കങ്ങളും ആഭ്യന്തര കലഹങ്ങളും ഉണ്ടായി. അതിന്റെ ഭാഗമായി ആ ജബ്ഹത്തുൻ നുസ്റ രണ്ടായി പിളർന്നു. ആ രണ്ടായി പിളർന്നപ്പോൾ അതിലൊന്നായിരുന്നു ഇന്ന് കാണുന്ന അദ്ദൗല അൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് വസിറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രസ്ഥാനം പ്രഖ്യാപിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് അഥവാ ISI എന്ന പേരിൽ സംഘടന സ്ഥാപിച്ച അബൂബക്കർ അൽ ബഗ്ദാദി തന്നെയാണ്. അബൂബക്കർ അൽ ബഗ്ദാദി ഈ സംഘടന സ്ഥാപിക്കുകയും സ്വയം ഖലീഫയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം ഖിലാഫത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം തന്നെ എഴുതുന്ന കത്തുകൾ ശ്രദ്ധേയമാണ്. ആ കത്തുകളിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നത് കാണാം, ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിമുകളും ഇനി ഇറാഖിലേക്ക് ഹിജ്റ പോരേണ്ടതുണ്ട്. ഇസ്ലാമിക രാഷ്ട്രമായി കൊണ്ട് ഇറാഖ് പ്രഖ്യാപിക്കുകയാണ്. എന്നെ അംഗീകരിക്കാത്തവർ, എന്റെ ഖിലാഫത്ത് അംഗീകരിക്കാത്തവർ അവർ കാഫിറുകളാണ് എന്ന് അദ്ദേഹം ഫത്വ നൽകുകയും ചെയ്തു. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഖിലാഫത്ത് അംഗീകരിക്കുന്നില്ല, അബൂബക്കർ അൽ ബഗ്ദാദിയുടെ ഖിലാഫത്ത് അംഗീകരിക്കാത്തവൻ കാഫിറാണെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഖവാരിജിയത്ത് കടന്നു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ അതല്ലെങ്കിൽ അദ്ദേഹം നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആദർശത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ ഖവാരിജിയത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഒരു ഭാഗത്ത് ജബഹത്തുൻ നുസ്റ അവർ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും അതിന്റെ ക്ലിപ്പുകളും വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ISന് അതല്ലെങ്കിൽ ദാഇശിന് കൈമാറുമ്പോൾ ദാഇശ് തിരിച്ചും മുസ്ലിങ്ങളെ തന്നെ കൊന്നൊടുക്കിക്കൊണ്ട് തിരിച്ചും മുസ്ലിങ്ങളെ തന്നെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള വീഡിയോകളും മറ്റുമെല്ലാം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത് നമ്മൾ ആലോചിച്ച് നോക്കണം. അഥവാ അബൂബക്കർ അൽ ബഗ്ദാദി അംഗീകരിക്കാത്തവർ കാഫിറാണ്, കാഫിറിനെ കൊന്നു കളയുക എന്നത് അത് മുസൽമാന്റെ ബാധ്യതയാണ് എന്നുള്ള രൂപത്തിലുള്ള പ്രചാരണങ്ങളാണ് മുസ്ലിങ്ങളായ ആളുകളെ പോലും അബൂബക്കർ അൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾ കൊന്നെടുക്കുവാനുള്ള കാരണം. ഒരിക്കലും തന്നെ ഈ അബൂബക്കർ അൽ ബഗ്ദാദിക്ക് ഇസ്ലാമുമായോ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഖിലാഫത്തുമായോ യാതൊരു ബന്ധവുമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. അദ്ദേഹം നമുക്കറിയാം, മഹാനായ ഖലീഫ ഉമറിന്റെ അടുക്കലേക്ക് കിസ്റയുടെയും കൈസറിന്റെയും എല്ലാം ദൂതന്മാർ കടന്നു വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയെ അന്വേഷിക്കുമ്പോൾ നിർഭയനായി കൊണ്ട് മദീനത്തെ മസ്ജിദുൻ നബവിയിൽ കിടന്നുറങ്ങുന്ന ഖലീഫ ഉമറിനെയാണ് കാണുന്നത് എങ്കിൽ അബൂബക്കർ അൽ ബഗ്ദാദി സ്വയം ഖലീഫയായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ ഖുതുബ നിർവഹിക്കുവാൻ വേണ്ടി അയാൾ എവിടെ നിന്നാണ് വരിക എന്ന് പോലും അയാളുടെ അനുയായികൾക്ക് പോലും അറിയുകയില്ല. എത്ര കണ്ട് ഭയത്തോടു കൂടിയാണ് അയാൾ ജീവിക്കുന്നത്. ഇസ്ലാമിലെ ഒരു ഖലീഫയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർഭയമായി കൊണ്ട് തന്നെ കിടന്നുറങ്ങുന്ന സാഹചര്യം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെയുള്ള മുൻഗാമികളായ ഖലീഫമാരുടെയും കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ അംഗീകരിക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്ത് അത് സമൂഹത്തിലേക്ക് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തപ്പോൾ വളരെ സുന്ദരമായി കൊണ്ട് തന്നെ അവർക്ക് ജീവിക്കുവാൻ സാധിച്ചു. എന്നാൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിങ്ങളായ ആളുകളെ തന്നെ ആക്രമിച്ച് അവരെ തന്നെ കൊലപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അബൂബക്കർ അൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾ സ്വയം ഖലീഫമാരായി ചമയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇസ്ലാമുമായോ ഇസ്ലാമിന്റെ ആദർശവുമായോ യാതൊരു ബന്ധവുമില്ല. മറിച്ച് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരായ ആളുകളുമായിട്ടാണ് അവർക്ക് ബന്ധമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി കൊണ്ട് മനസ്സിലാക്കുവാനും ഹക്കിനെ പിൻപറ്റുവാനുമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.